ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8-ലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 വരെയുള്ള സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രഡക്ഷൻ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണേ. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്സ്. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസിലുള്ള വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. x equals to 4/5 x plus 10. ആദ്യം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x into 5 is 5x equals to 4 into x plus 10. 5x equals to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 into x is 4x plus 4 into 10 is 40. ഇനി x ഉള്ള ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് കൊണ്ടുവരാം. 5x minus 4x ഈക്വൽസ് ടു 40. ഈ 4x LHSലോട്ട് വരുമ്പോൾ മൈനസ് 4x എന്നായി മാറി. 5x മൈനസ് 4x ഇസ് x ഈക്വൽസ് ടു 40. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് x ഈക്വൽസ് ടു 4/5 ഇൻറ്റു എക്സ് പ്ലസ് 10. ഇവിടെ എക്സ് ഉള്ള പ്ലേസിലെല്ലാം നമുക്ക് 40 എന്ന് എഴുതാം. അപ്പോൾ 40 ഈക്വൽസ് ടു 4/5 ഇൻറ്റു 40 പ്ലസ് 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 ഇൻറ്റു 5 ഈക്വൽസ് ടു 4 ഇൻറ്റു 40 പ്ലസ് 10 ഈസ് 50. 40 ഇൻറ്റു 5 ഈസ് 200 ഈക്വൽസ് ടു 4 ഇൻറ്റു 50. 200 ഈക്വൽസ് ടു 4 ഇൻറ്റു 50 ഈസ് ഓൾസോ 200. അപ്പോൾ നമ്മുടെ LHS ഈക്വൽസ് ടു RHS, ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2x/3 പ്ലസ് 1 ഈക്വൽസ് ടു 7x/15 പ്ലസ് 3. എക്സ് ടേംസ് എല്ലാം നമുക്ക് LHSലോട്ട് എഴുതാം. 2x/3 മൈനസ് 7x/15 ഈക്വൽസ് ടു 3. ഈ പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1 ആയി മാറും. അടുത്ത സ്റ്റെപ്പിൽ 2x/3 മൈനസ് 7x/15 ഈക്വൽസ് ടു 3 മൈനസ് 1 ഇസ് 2. എല്ലാ ടേംസിനെയും നമുക്ക് 15 ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 15 ഇൻറ്റു 2x/3 മൈനസ് 15 ഇൻറ്റു 7x/15 ഈക്വൽസ് ടു 15 ഇൻറ്റു 2. ഈ ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താണ് 15 തന്നെ ചൂസ് ചെയ്തത്? 3യുടെയും 15ൻ്റെയും LCM ആണ് 15. അതുകൊണ്ടാണ് നമ്മൾ 15 എടുത്തത് കേട്ടോ. അപ്പോൾ 15ഉം 3യും കൂടെ കട്ട് ചെയ്യാൻ. ഇവിടെ 15ൽ 3 5 ടൈംസ്, 3ൽ 3 1 ടൈം. അതുപോലെ തന്നെ ഈ 15ഉം ഈ 15ഉം കട്ടായിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ 5 ഇൻറ്റു 2x ഇസ് 10x മൈനസ് ഇവിടെ 15ഉം 15ഉം ക്യാൻസൽ ആയിട്ട് 7x മാത്രമാണ് ബാക്കിയുള്ളത്. അതെഴുതാം. ഈക്വൽസ് ടു 15 ഇൻറ്റു 2 ഈസ് 30. 10x മൈനസ് 7x ഈസ് 3x ഈക്വൽസ് ടു 30. x ഈക്വൽസ് ടു 30/3. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യാം. 30ൽ 3 10 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ x ഈക്വൽസ് ടു 10 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. 2x/3 പ്ലസ് 1 ഈക്വൽസ് ടു 7x/15 പ്ലസ് 3. 2 ഇൻറ്റു 10/3 പ്ലസ് 1 ഈക്വൽസ് ടു 7 ഇൻറ്റു 10/15 പ്ലസ് 3. 20/3 പ്ലസ് 1 ഈക്വൽസ് ടു 70/15 പ്ലസ് 3. ഇനി 20/3 മൈനസ് ഈ 70/15 LHSലോട്ട് കൊണ്ടുവരാം. 70/15 ഈക്വൽസ് ടു 3 പ്ലസ് 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 1 ആയി മാറും. ഇനി നമുക്ക് ഈ സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 20/3 മൈനസ് 70/15 ഈക്വൽസ് ടു 3 മൈനസ് 1 ഇസ് 2. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 5 ഇൻറ്റു 5. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 20 ഇൻറ്റു 5 ഈസ് 100 ബൈ 3 ഇൻറ്റു 5 ഈസ് 15 മൈനസ് 70/15 ഈക്വൽസ് ടു 2. 10 minus 70 is 30. 30/15 equals to
2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 30 ഈക്വൽസ് ടു 2 ഇൻറ്റു 15. 30 ഈക്വൽസ് ടു 30. അപ്പോൾ LHSും RHSും ഈക്വൽ ആയല്ലോ. LHS ഈക്വൽസ് ടു RHS, hence verified. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2y plus 5/3 ഈക്വൽസ് ടു 26/3 മൈനസ് y. വേരിയബിൾസ് ഉള്ള ടേംസ് എല്ലാം LHSലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ 2y മൈനസ് y പ്ലസ് y ആയി മാറും. ഈക്വൽസ് ടു 26/3 മൈനസ് 5/3. 2y പ്ലസ് y ഈസ് 3y ഈക്വൽസ് ടു, ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യാം. 26 മൈനസ് 5 ഈസ് 21/3. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 3y ഇൻറ്റു 3 ഈക്വൽസ് ടു 21. 3y ഇൻറ്റു 3 ഈസ് 9y ഈക്വൽസ് ടു 21. y ഈക്വൽസ് ടു 21/9. നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്യാം. 21ൽ 3 7 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ y ഈക്വൽസ് ടു 7/3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y പ്ലസ് 5/3 ഈക്വൽസ് ടു 26/3 മൈനസ് y. 2 ഇൻറ്റു 7/3 പ്ലസ് 5/3 ഈക്വൽസ് ടു 26/3 മൈനസ് 7/3. 2 into 7 is 14. 14/3 plus 5/3 equals to 26/3 minus 7/3. എല്ലാ ഡിനോമിനേറ്റേഴ്സും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പ്ലസും മൈനസും ഒക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. 14 plus 5 is 19. 19/3 equals to 26 minus 7 is also 19. 19/3. അപ്പോൾ നമുക്ക് LHS ഈക്വൽസ് ടു RHS എന്ന് കിട്ടിയിട്ടുണ്ട്. ഹെൻസ് വെരിഫൈഡ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3m ഈക്വൽസ് ടു 5m മൈനസ് 8/5. നമുക്ക് വേരിയബിൾസ് എല്ലാം LHSലോട്ട് എഴുതാം. 3m മൈനസ് 5m ഈക്വൽസ് ടു നെഗറ്റീവ് 8/5. 3m minus 5m is negative 2m ഈക്വൽസ് ടു നെഗറ്റീവ് 8/5. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. അപ്പോൾ 2m ഈക്വൽസ് ടു 8/5 എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 2m ഇൻറ്റു 5 ഈക്വൽസ് ടു 8. 2m ഇൻറ്റു 5 is 10. 10m ഈക്വൽസ് ടു 8. m ഈക്വൽസ് ടു 8/10. 8ഉം 10ഉം നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്യാം. 8ൽ 2 4 ടൈംസ്, 10ൽ 2 5 ടൈംസ്. അപ്പോൾ നമുക്ക് m ഈക്വൽസ് ടു 4/5 എന്ന ആൻസർ കിട്ടും. ഇനി ഇത് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3m ഈക്വൽസ് ടു 5m മൈനസ് 8/5. 3 ഇൻറ്റു 4/5 ഈക്വൽസ് ടു 5 ഇൻറ്റു 4/5 മൈനസ് 8/5. 3 times 4 is 12. 12/5 equals to 5 4s are 20. 20/5 minus 8/5. 12/5 equals to 20 minus 8 is 12/5. LHS equals to RHS, hence verified. സൊല്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഇതിന് മുന്നുള്ള എക്സസൈസ് സൊല്യൂഷനും ഇൻട്രൊഡക്ഷനും കണ്ടിട്ടില്ലാത്തവർ കാണണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത സൊല്യൂഷനായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.